ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരും തോരനും ഇട്ടുള്ള തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കക്കുരും ചീരയും കൂടി ഇട്ട് വയ്ക്കുന്ന തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. ഇത് നമ്മൾ രണ്ടായിട്ട് കീറി തൊലി കളഞ്ഞ് അവിച്ച് വെച്ചേക്കുന്ന ഇതാണ് ചക്കക്കുരുവാണ്. അതിനുശേഷം വലിയൊരു പാത്രം എടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പാത്രം ചൂടാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കടുകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായി ചെറുതായിട്ടൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഉള്ളി നമുക്ക് ഒരു കരിയരുത്, പക്ഷേ ഒരു ബ്രൗൺ കളറായി കിട്ടണം. ഇപ്പോൾ നല്ലോണമൊന്നും ആയിട്ടില്ല. നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാമ്മയാണ് കുക്ക് ചെയ്യുന്നത്, ഞാൻ വീഡിയോ പിടിക്കും ഗൈസ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തീ ഒന്ന് ജസ്റ്റ് കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ നേരത്തെ തേങ്ങയും ജീരകവും കാന്താരിമുളകും മഞ്ഞളും വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചില്ലേ, അരച്ചല്ല ജസ്റ്റ് ഒന്ന് പൊടിച്ച് എടുക്കണം. അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ അവസാനം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയാണ് ഇതിൻ്റെ എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ച ചീരയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ്. ഇതിന് മധുരച്ചീര എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ചീര നമുക്ക് കംപ്ലീറ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വലിയ പാത്രം എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഈ തോരൻ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ പാത്രം എടുക്കുന്നത്. പിന്നെ അരപ്പ് നേരത്തെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി വെള്ളത്തിൻ്റെ അംശം കാണും, അതൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ അരപ്പ് നേരത്തെ ഇടുന്നത്. അപ്പോൾ അതേ നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഈസിയാണ് ഉണ്ടാക്കാൻ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരരപ്പും ഈ മധുരച്ചീരയായിട്ട് നല്ലോണം യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇറുക്കി മിക്സ് ചെയ്യണ്ട. ഇറുക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചതഞ്ഞ് പോകും. അതുകൊണ്ട് നമ്മൾ ലൂസായിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് കീറി തൊലിയൊക്കെ കളഞ്ഞു വെച്ചാൽ ചക്കക്കുരു ഉണ്ടല്ലോ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കുക്കറിൽ അവിച്ചെടുത്തതാണ്, നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാം. ആരോഗ്യത്തിന് നല്ലതാണ് ഇലക്കറി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്കറി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നല്ല എനർജിയൊക്കെ തരും, പിന്നെ നല്ല ഔഷധ ഗുണമാണ്.
അപ്പോൾ നമുക്ക് ചക്കക്കുരു അവിച്ചത് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഗൈസ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ചീര കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചുമന്ന ചീര ഉണ്ടല്ലോ, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടാറ്റാ.